Hello friends, welcome back to our channel Mom's Daily. ഇന്നൊരു സ്പെഷ്യൽ ഇഡ്ഡലി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിക്കൻ ഇഡ്ഡലി എന്നും പറയും, ഇറച്ചി ഇഡ്ഡലി എന്നൊക്കെ പറയും. നമ്മളൊരു സ്റ്റഫ്ഡ് ഇഡ്ഡലിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്നും സാധാരണ ഇഡ്ഡലിയാണ് കഴിക്കുക, ഇന്ന് പ്ലെയിൻ ആയിട്ടാണ് കഴിക്കുക. ഇന്ന് അതിനകത്ത് കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്കൊരു ചിക്കൻ മസാല സ്റ്റഫ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും ഇഡ്ഡലി മാവ്, അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് ഉണ്ടാക്കുന്ന ഒരു ദിവസം നമുക്കിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് ഇങ്ങനെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ചട്നിയുടെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഈ ചിക്കൻ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ടുള്ള മാവ് ഇവിടെ റെഡിയാണ്. ഞാനിവിടെ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല, മാവ് ഉണ്ടാക്കുന്ന പോലെയല്ല ഉണ്ടാക്കിയിരിക്കണം. ഇതൊരു ഖുശ്ബു ഇഡ്ഡലിക്ക് എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഒരു മാവാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല കളറായിരിക്കും, ഭയങ്കര പ്യുവർ വൈറ്റ് ആയിരിക്കും ഇത്. അതുപോലെ തന്നെ മാവാണെങ്കിലും ഒട്ടും ലൂസായിരിക്കില്ല, നല്ല തിക്കായിട്ടുള്ള മാവായിരിക്കും, നല്ലതുപോലെ വീർത്ത് വരും, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അതാണ് ഈ ഖുശ്ബു ഇഡ്ഡലിയുടെ ഒരു പ്രത്യേകത. ഞാൻ അതിൻ്റെ റെസിപ്പി ഉടനെ ഇടാം കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാനായിട്ട് ഞാനിവിടെ ചിക്കൻ കറിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ബോൺലെസ് ചിക്കൻ കറിയാണ്. ഇപ്പോൾ നമുക്കിതിന് പകരം കടല ഉപയോഗിക്കാം, കടലക്കറി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ബീഫ് ഉണ്ടെങ്കിൽ ബീഫ് കറി, അല്ലെങ്കിൽ ഈവൻ നമ്മൾ ഈ പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന പൊട്ടറ്റോ കറി ആണെങ്കിലും അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി എന്താണോ അതാണ് നമ്മൾ സ്റ്റഫ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി തട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാൻ പോവാണ്. ഇഡ്ഡലിക്ക് എപ്പോഴും ചുടുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു ഓയിൽ വെച്ചിട്ടോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നെയ്യ് വെച്ചിട്ട് നമുക്ക് ഗ്രീസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഗ്രീസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ആദ്യം തന്നെ മാവ് ഒരു പകുതി, നമ്മൾ നോർമലി ഒഴിക്കുന്ന മാവിനേക്കാളും പകുതി മാവാണ് ആ ഒരു തട്ടിൽ, ആ ഒരു റൗണ്ടിൽ നമ്മൾ ഒഴിക്കുന്നത്. ആദ്യം അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണോ ഫില്ല് ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ കണക്കിന് അതങ്ങ് ഇട്ട് വെച്ചേക്കുക. ഇപ്പം ഞാനിവിടെ ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ബാക്കിയുള്ള കുറച്ചും കൂടെ മാവെടുത്ത് അതിൻ്റെ മേലൊഴിച്ച് നമുക്കൊരു സ്പൂൺ വെച്ചോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ അതനുസരിച്ച് നമുക്കിതൊന്ന് മൂടിക്കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതാണ് സ്റ്റഫ്ഡ് ഇഡ്ഡലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നോർമലായിട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എല്ലാവർക്കും ചട്നി, സാമ്പാർ അങ്ങനെയൊക്കെ കഴിച്ച് എല്ലാവരും മടുത്ത് കാണൂല. അപ്പം അങ്ങനത്തെ ഒരു അങ്ങനെ മാറി കഴിക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു വെറൈറ്റി ഇഡ്ഡലി തന്നെയാണിത്. ഒരു സ്റ്റഫ്ഡ് ചിക്കൻ സ്റ്റഫ്ഡ്, അല്ലെങ്കിൽ വെജിറ്റബിൾ ആണെങ്കിൽ വെജിറ്റബിൾ കറി സ്റ്റഫ് ചെയ്ത് കഴിക്കാം. ഇപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാൻ ഇതുപോലെ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ, നമുക്ക് ചിക്കൻ കീമി ആയിട്ടോ ബീഫ് കീമി ആയിട്ടാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈവൻ നമുക്ക് മുട്ടയാണെങ്കിൽ മുട്ട കുത്തി പൊരിച്ച് അല്ലെങ്കിൽ ചിക്കി പൊരിച്ച് നമുക്കതും സെൻറ്ററിൽ വെച്ച് നമുക്കതും സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാനിത് ഈ ഒരു പരുവത്തിന് എല്ലാ തട്ടിലും ഇതുപോലെ ഒന്ന് സ്റ്റഫ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇഡ്ഡലി തട്ട് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റാനായിട്ട് വെക്കാം. ഇനിയെല്ലാം ബാക്കിയെല്ലാം നോർമലി സെയിം തന്നെയാണ്. നമ്മൾ സാധാരണ ഇഡ്ഡലി എങ്ങനെയാണോ ആവി കയറ്റുക അതുപോലെ തന്നെ നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഇഡ്ഡലി റെഡിയാണ്. നമുക്കിതൊന്ന് ചൂടാറി കഴിയുമ്പം ഇതൊന്ന് വിടിവിച്ചെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത് കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഞാനിത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റഫ്ഡ് ഇഡ്ഡലി, അല്ലെങ്കിൽ ചിക്കൻ ഇഡ്ഡലി, ഇറച്ചി ഇഡ്ഡലി എന്നൊക്കെ പറയാം. ഇതാവുമ്പം നോക്കിക്ക് ഇതിനകത്തുള്ള മസാലയ്ക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ ഒന്നും വേണ്ട കൂടെ കഴിക്കാൻ, ചട്നിയോ സാമ്പാറോ അങ്ങനെ ഒന്നും വേണ്ട. ഇത് അതുമാത്രമല്ല വളരെ സോഫ്റ്റാണ്. ഈ ഒരു ഖുശ്ബു ഇഡ്ഡലി എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ്. നമുക്കിത് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇത് തന്നെ ഒരു സ്നാക്ക് ഐറ്റം പോലെ തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ അരി ഉഴുന്നും ഒക്കെ ചെല്ലുന്നത് ശരീരത്തിന് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇഡ്ഡലി, ഇറച്ചി ഇഡ്ഡലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കറി വെച്ച് സ്റ്റഫ് ചെയ്ത് ഇഡ്ഡലി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.